കണ്ണൂരിൽ LDF സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ പേരിൽ പൊതുവഴി തടസ്സപ്പെടുത്തിയതായി പരാതി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഉന്നത അധികാരികൾക്ക് അഭിഭാഷകൻ PK നൌഷാദ് നോട്ടീസ് അയച്ചു. സ്റ്റേഡിയം കോംപ്ലക്സ് കെട്ടിടത്തിന് മുന്നിലുള്ള റോഡിലും പാർക്കിംഗ് ഏരിയയിലും പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം വെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയുടെ മുന്നോടിയായി ഈ സ്റ്റേഡിയം കോർണറിൽ ആകമാനം വലിയ രീതിയിൽ നിരവധി പ്രവർത്തകർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നിരവധി കസേരകൾ നിരത്തിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമായിരുന്നു. മാത്രമല്ല പൊതുജനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴി കൂടിയായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ അഭിഭാഷകനായ PK നൌഷാദാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അഭിഭാഷകനായ MR ഹരീഷ് മുഖേനയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറയുന്ന കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും പൊതുവഴി തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. മാത്രമല്ല, രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് പൊതുസ്ഥലം ഇത്തരത്തിൽ കയ്യേറുന്നത് പൊതുജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണെന്നും ഈ ഒരു നോട്ടീസിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായിട്ടും പോലീസ് അടക്കമുള്ള അധികൃതർ ഇടപെടാതിരുന്നത് കുറ്റകരമാണെന്നും നോട്ടീസിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അടിയന്തരമായി കസേരകളും തടസ്സങ്ങളും നീക്കി പൊതുവഴി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർബന്ധിതനാകുമെന്നും ഈ ഒരു നോട്ടീസിൽ അഭിഭാഷകൻ പറയുന്നുണ്ട്. ഏതായാലും ഇത് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ രാവിലെ തൊട്ട് തന്നെ ഈ പൊതുവഴിയടക്കം കെട്ടിയടച്ചുകൊണ്ട് നിരവധി കസേരകൾ നിരത്തി ഈ ഒരു പരിപാടി ഇവർ സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പൊതുജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പരിപാടി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അഭിഭാഷകൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിഷ്ണു, ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.